നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ആയിരിക്കും ബുദ്ധിമാനായ സബ്സ്ക്രൈബർ ആണെങ്കിൽ, നല്ല രീതിയിൽ കളിക്കുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. യെസ്, അങ്ങനെ തന്നെയാണ്. ബിഷപ്പ് പെട്ടു മോനെ, സൂക്ഷിച്ചു നോക്കിക്കോണം, കളയുന്നു. മന്ത്രിയുടെ തല വെട്ടി. കണ്ടോ? ഒന്നുകൂടെ കണ്ടോ? ഒന്നുകൂടെ കണ്ടോ? മാറ്റുന്നില്ല കേട്ടോ, മാറ്റാൻ പാടാണ് കേട്ടോ, എല്ലായിടത്തും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അപ്പൊ നമ്മുടെ മന്ത്രിക്കിട്ടൊരു ആപ്പ്, മന്ത്രിയെ പൊക്കാൻ വേണ്ടി വന്നേക്കുക പുള്ളിക്കാരൻ. അപ്പൊ അതുപോലെ ചെസ് മല്ലുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സബ്സ്ക്രൈബറുമായിട്ടാണ് കളി കിടക്കുന്നത്. സബ്സ്ക്രൈബർ നമ്മളെ തകർക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ E4 നമ്മൾ തുടങ്ങുവാണ്. E4 കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറുപടിയായിട്ട് D5, then D4, അടുത്തതായിട്ട് D5. നമ്മൾ നേരെ ചെന്ന് മന്ത്രിയെ ഇടിച്ച് തറപ്പിക്കാനായിട്ട് പോവാണ്. നൈസിന് F5 നീട്ടിട്ടുണ്ട്. ബിഷപ്പിനെ ഇറക്കുന്നു, അറ്റാക്കിലോട്ട് പോവാണ്. ചുമ്മാ താമസിച്ച് സമയം കളയുന്നില്ല, നേരെ കയറി അറ്റാക്ക് ചെയ്യുകയാണ്. ബിഷപ്പ് നൈറ്റ്. നമുക്ക് നൈറ്റിനെ ജസ്റ്റ് ഈ ഒരു മൂവ് എന്തിനാന്ന് മനസ്സിലായി. മനസ്സിലായി കേട്ടോ. ഈ സംഭവം ബിഷപ്പിനെ അങ്ങോട്ട് കൊണ്ട് കയറ്റാതിരിക്കാൻ വേണ്ടിയുള്ള മൂവ്മെന്റ്. നൈറ്റ് H3. എനിക്ക് കാസ്ലിംഗ് ആണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ ബിഷപ്പിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ബിഷപ്പിനെ മാറ്റാൻ ബുദ്ധിമാനായ സബ്സ്ക്രൈബർ ആണെങ്കിൽ, നല്ല രീതിയിൽ കളിക്കുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. യെസ്, അങ്ങനെ തന്നെയാണ്. ബിഷപ്പ് പെട്ടു മോനെ, വെറുതെ ഒരു ബിഷപ്പിനെ കൊണ്ടു കൊടുത്തു, നല്ല അസലായിട്ട് ഊഞ്ഞാലയായി. വെട്ടി ബിഷപ്പ് അങ്ങനെ പോയി കിട്ടി. എന്നാൽ ആ ആളെ എടുക്കാൻ നമുക്ക് ഒരു നിവർത്തി. മന്ത്രി ഇറക്കുന്നു, മന്ത്രി D4ലേക്ക് കളിക്കുന്നു. നൈറ്റ് F6, നൈറ്റ് F4. സെന്റർ നമ്മൾ മൊത്തം പിടിച്ചെടുക്കും കേട്ടോ. ഈ അറ്റാക്കിൽ മൊത്തം പിടിച്ചടക്കി നമ്മളങ്ങ് ജയിക്കും. നമ്മൾ ജയിക്കാതെ പോനാ. റൂക്കിനെയും സെന്ററിലോട്ട് കൊണ്ടുവന്നു. റൂക്ക് D1. മന്ത്രിയെ സൈഡിലോട്ടൊന്ന് ഒതുക്കി കേട്ടോ, ഒന്ന് പേടിച്ചു. നമ്മളങ്ങ് ചെന്ന് കയറി കൊടുക്കും. കയറിയും ചെടുക്കുന്നില്ല. നൈസിന് മന്ത്രിക്ക് ഇട്ടൊരാപ്പ്. മന്ത്രി ഓർ ബിഷപ്പ് എന്ത് ചെയ്യുന്നു നോക്കാം. ബിഷപ്പിനെ എടുത്ത് തന്നെ നൈറ്റ് പോകും. വെറുതെ ഒരു വാഴയായി ബിഷപ്പ് കൊണ്ട് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ബിഷപ്പ് മാത്രം കൊണ്ട് ജയിച്ചവരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കളിയുണ്ട് ബിഷപ്പ് മാത്രം കൊണ്ട് ജയിച്ചത്. പക്ഷെ എനിക്ക് ബിഷപ്പിനോട് അധികം താല്പര്യമില്ല. നമ്മളെന്തായാലും ബിഷപ്പിനെ കൊണ്ട് തന്നെ മന്ത്രിക്കിട്ട് പണി എങ്ങോട്ട് മാറ്റും. എന്തായാലും നൈറ്റിനെ വെട്ടാൻ പറ്റത്തില്ല, ആളുണ്ടായുണ്ട്. പുള്ളിക്ക് ഏത് വശത്തോട്ട് മാറ്റുമെന്ന് മാറ്റുന്നില്ല കേട്ടോ, മാറ്റാൻ പാടാണ് കേട്ടോ, എല്ലായിടത്തും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അപ്പൊ നമ്മുടെ മന്ത്രിക്കിട്ടൊരു ആപ്പ്, മന്ത്രിയെ പൊക്കാൻ വേണ്ടി വന്നേക്കുക പുള്ളിക്കാരൻ. നല്ല അടിപൊളി കളിക്കാരൻ കേട്ടോ. നമ്മളെന്തായാലും ഒരു സേഫ് സോണിലോട്ട് മാറി. ക്യൂൻ B6ലേക്ക് മാറി. പ്രത്യേകിച്ച് പ്ലാൻ നമുക്ക് എന്തായാലും മന്ത്രിയെ കൊണ്ടേ പോകും, നല്ല കിടിലം പോകും കേട്ടോ. നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഫുൾ കളി എങ്ങനെ ആവുമെന്നൊരു പിടുത്തമില്ല. അവസാനം വരെ കണ്ടു നോക്കുക കേട്ടോ. അവസാനം വരെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല, ആര് ജയിക്കുമെന്നും അറിയാൻ വയ്യ. എന്തായാലും എന്റെ മന്ത്രി അവിടെ ഇട്ട് പൂട്ടുമോന്നൊരു പേടിയുണ്ട് കേട്ടോ. പൂട്ടാൻ വഴിയുണ്ട്. ഏകദേശം മന്ത്രി പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ നല്ല സ്റ്റൈലിന് കളിക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു പൂട്ടും. റൂക്കിനെ മാറ്റിയാൽ മതിയായിരുന്നു, നൈറ്റിനെ മാറ്റി കേട്ടോ. റൂക്കിനെ ഇച്ചിരി ഇങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് കയറി വെട്ടാനൊക്കത്തില്ല, വെട്ടിയാൽ എൻ്റെ മന്ത്രി പോകായിരുന്നു, ആകെ ഒരു കുളമാകുമായിരുന്നു. പക്ഷെ ഈ സബ്സ്ക്രൈബർ എന്തുകൊണ്ടോ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് ചെക്കൻ ചെറുതായിട്ടൊന്ന് അബദ്ധം കാണിച്ചു. നമ്മൾ എന്തായാലും റൂക്കിനെ എടുത്തു. ഇത് വമ്പൻ മിസ്റ്റേക്ക് തന്നെ പുള്ളിക്കാരൻ ചെയ്തു കേട്ടോ. അടുത്ത ചെക്ക് വിളിച്ചു, ചെക്ക് മാറ്റി. എന്തായാലും അടുത്ത മൂവ്മെന്റ് സൂക്ഷിച്ച് നോക്കിക്കോണം കേട്ടാ, കാണുന്നവരൊക്കെ സൂക്ഷിച്ച് നോക്കിക്കോണം, കളയുന്നു. മന്ത്രിയുടെ തല വെട്ടി. ഒന്നുകൂടെ കണ്ടോ?
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പുള്ളിക്ക്. പോട്ടെ, നമ്മ ഇതൊക്കെ എന്ത് സിമ്പിള്. ബിഷപ്പിനെ കൊടുത്ത് നമുക്ക് മന്ത്രി കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി എന്തോ ബിഷപ്പ് നമ്മൾ എടുത്തു. ഇനി അടുത്തൊരു ചെക്ക് വിളിച്ചാൽ ചെക്ക് ഇങ്ങോട്ട് വരുവാ അല്ലേ. പിന്നെ നൈറ്റിനെ എടുക്കാം. നമ്മുടെ നൈറ്റിനെ വിട്ടു കൊടുക്കുക കേട്ടോ. ഓൾറെഡി നമ്മുടെ കിങ് വെച്ച് നമ്മുടെ നൈറ്റിനെ എടുക്കും. പക്ഷെ നമ്മൾ നൈറ്റിനെ എടുക്കുന്നു, പുള്ളിയുടെ നൈറ്റിനെ നമ്മളങ്ങ് എടുത്തു. നമുക്ക് ഇനി റൂക്കൊക്കെ ഇനി ഇറങ്ങാതിരിക്കുന്നേ ഉള്ളൂ. പുള്ളിക്ക് റൂക്കില്ല, നമുക്ക് മന്ത്രിയുണ്ട്. പുള്ളിക്ക് മന്ത്രിയില്ല. നമുക്ക് ബിഷപ്പില്ല. 2 നൈറ്റ് ഉണ്ട്, പുള്ളിക്ക് 1 നൈറ്റേ ഉള്ളൂ. പിന്നെ പുള്ളിക്ക് 2 ബിഷപ്പ് ഉണ്ട്. ബിഷപ്പ് വെച്ച് എന്തോ ഉണ്ടാക്കാനാ? ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ നൈറ്റിനെ ഒരാളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സൂക്ഷിച്ചിങ്ങനെ കളിക്കണം കേട്ടോ. പുള്ളി നല്ല ഒരു കളിക്കാരനാണ്. എന്തായാലും ഒരു മന്ത്രിയും കൊണ്ട് ഇറക്കാം. കുറെ നാളത്തെ ആഗ്രഹമാണ്. 2 മന്ത്രി 1 ബോഡി എന്റെ വക. ഓഹോ, ഡബിൾ പാര, അതങ്ങ് ഇഷ്ടപ്പെട്ട്. അയ്യോ, ഇതെന്തോ ചെയ്യും ഇപ്പം? എന്തൊരു ചെയ്യും? പറ കമന്റ് പറ. എന്തോ ചെയ്യും? ഞാൻ പെട്ട്. ക്യൂനെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ച അവിടെ ഒരു ചെക്ക് മാറ്റുന്ന സമയം കൊണ്ട് എനിക്ക് മന്ത്രി അങ്ങ് കയറ്റാം. യെസ്, ആളെ കയറ്റാം. ഒരു ചെക്ക് മാറ്റി ആളെ കയറ്റി. 2 മന്ത്രി. ഓ, പുള്ളിയുടെ ടൈം ഔട്ട് ആയിട്ടാ. അടുത്ത മൂവി ചെക്ക്മേറ്റാ. അടുത്ത മൂവി നല്ലൊരു ചെക്ക്മേറ്റ് ഉണ്ട് കേട്ടോ. ഈ മന്ത്രിയെ ഇവിടെ കൊണ്ടുവച്ച ചെക്ക്മേറ്റ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.